പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, അങ്ങേ അനുഗമിക്കുവാൻ ഞങ്ങളെ വിളിച്ച ഇന്നേ ദിനം, പുതിയൊരു മാസത്തിൻ്റെ സമാപനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ നിന്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഇന്ന് നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയാം. ഇന്നത്തെ വായനയിലൂടെ കർത്താവെ, പാവങ്ങളെ ഞെരുക്കുന്നതിനെക്കുറിച്ച് ആമോസ് പ്രവാചകൻ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. സാമൂഹ്യ പ്രതിബദ്ധതയുടെ പ്രവാചകനായ ആമോസിൻ്റെ വാക്കുകൾ ഞങ്ങളെ പലപ്പോഴും നൊമ്പരപ്പെടുത്തുന്നു. ദരിദ്രരെ ഞെരുക്കുകയും അവരുടെ അവകാശങ്ങൾ ചവിട്ടിമെതിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്നേറെ ദൂരെയാണെന്ന് ഞങ്ങളെ ഓരോരുത്തർ ഓർമ്മിപ്പിച്ചു. കർത്താവെ, ദരിദ്രരുടെ പക്ഷം ചേർന്നുകൊണ്ട് അങ്ങ് സമ്പന്നരായിട്ട് ദരിദ്രനായി അങ്ങയുടെ ദാരിദ്ര്യത്താൽ ഞങ്ങളെ സമ്പന്നരാക്കുക. സ്നേഹത്തിൽ സമ്പന്നനായ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്നേ ദിനം നീ തന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർക്കുകയാണ്. പുതിയൊരു മാസം പിറവിയെടുത്തിരിക്കുമ്പോൾ ഈ മാസത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നീ നൽകി അനുഗ്രഹിക്കണം. വേദന അനുഭവിക്കുന്ന ഓരോ മക്കളെയും കർത്താവെ, ഇതാ നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കും. നിൻ്റെ കരം അവരുടെ മേൽ പതിയട്ടെ. നിൻ്റെ അനുഗ്രഹം അവരുടെ മേൽ വർഷിക്കണമേ. അങ്ങയുടെ കരം അവരുടെ ശിരസിൽ വയ്ക്കണം. അവരുടെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷയുടെ അതിർത്തികൾ വിസ്തൃതമാക്കി കൊടുക്കണമേ. ആപത്തുകൾ എന്ന വടങ്ങളിൽ അവരെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. നിൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിഞ്ഞ് എന്നെ സമ്പൂർണ്ണമായിട്ടും അനുഭവിക്കുവാൻ കൃപ നൽകണം. ഭൗതികമായ കുറവുകളെക്കുറിച്ചുള്ള വേദനകളല്ല, ആത്മീയമായ നഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ കർത്താവെ, വിദേശങ്ങളിൽ ജോലിക്ക് പോയിട്ടുള്ള എല്ലാവരെയും, യുദ്ധത്തിൻ്റെ ഭീതിയിൽ കഴിയുന്നവരെയും, യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളെയും, തീവ്രവാദ പ്രവർത്തനങ്ങൾ അമർന്നിരിക്കുന്നവരെയും ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. നിൻ്റെ കാരുണ്യം അനുഭവിച്ചറിയുവാൻ, നിൻ്റെ സ്നേഹ സന്ദേശം അവരുടെ ഹൃദയങ്ങൾ ആഴത്തിൽ പതിയുവാൻ, നിൻ്റെ സംരക്ഷണത്തിൻ്റെ കരകൾ അവരുടെ ചുറ്റും വലയം ചെയ്യുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഇതാ ഈ ദിവസത്തെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങേ ആരാധിക്കുന്ന, സ്തുതിക്കുന്ന, മഹത്വത്തിലേക്ക് നന്ദി പറയുന്നു. യേശുവേ, ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരക്ഷയ്ക്കായി നൽകപ്പെടുത്തിയിരിക്കുന്ന അങ്ങേ നാമമായ യേശുനാമം വിളിച്ചപേക്ഷ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പേരിൽ നിൻ്റെ കരുണ ചെയ്യണമേ. നിൻ്റെ കാരുണ്യവും സ്നേഹവും നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ ഈ മാസം മുഴുവൻ നീ കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ. നിൻ്റെ കാരുണ്യം, നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും നിന്നെ അനുഗ്രഹവും മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവേ, ഈ ദിവസം നീ തന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഈ രാത്രി ഞങ്ങളെ കാത്തുകൊള്ളണമേ. പെട്ടെന്നുള്ള മരണത്തെ അപകടങ്ങളും പൈശാചിക തന്ത്രങ്ങളിലും പ്രതിക്ഷോഭങ്ങളും കാത്തുകൊള്ളണമേ. നിൻ്റെ പരിപാലനയിൽ നിൻ്റെ കരങ്ങളിൽ കരം വെച്ച് നിൻ്റെ കരത്തിൽ കിടന്നുറങ്ങുവാൻ തക്കവിധം നീ എന്നെ അനുഗ്രഹിക്കണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.